ഒരു വമ്പൻ നീക്കമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പര്യടനത്തിനായി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റുമായി ഒരു വലിയ കരാറിൽ തന്നെ ഒപ്പുവച്ചിരിക്കുന്നു. നമ്മൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നു, അമേരിക്ക തരാൻ വിസമ്മതിച്ചതുമായ ഒരു വലിയ ആയുധം ഇന്ത്യക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 31 MQ-9 എന്ന് പറയുന്ന ഡ്രോൺ അല്ലെങ്കിൽ ആളില്ലാ വിമാനമാണ്. മറ്റൊന്ന് സീ ഗാർഡിയനാണ്, അതും ഒരു ഡ്രോൺ തന്നെയാണ്. ഈ MQ-9 പ്രിഡേറ്റർ ഡ്രോണുകൾ എന്ന് പറയുന്നത് ചെറു ആളില്ലാ വിമാനം തന്നെയാണ്. ഇതിന് വളരെയേറെ പ്രത്യേകത ഉള്ള ഒരു ആയുധം തന്നെയാണ്. ഇത് അമേരിക്ക പല നിർണായക ഓപ്പറേഷനുകളിലും ഉപയോഗിച്ചിട്ടുള്ളതാണ്. അമേരിക്ക അങ്ങനെ ഇത് നൽകാൻ ഇന്ത്യക്ക് ആദ്യഘട്ടത്തിൽ സമ്മതിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അത് സമ്മതിച്ചിരിക്കുന്നത്. $3 ബില്യൺ ഒരു വലിയ ബിസിനസ് തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഡ്രോണിൻ്റെ നിർമ്മാണം കൊൽക്കത്തയിൽ ആരംഭിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി നിശബ്ദമായി തന്നെയാണ് ഇത് സഞ്ചരിക്കുക. ഒപ്പം തന്നെ ഈ റഡാറുകൾക്കും ടാർഗറ്റുകൾക്കും ഒന്നും കാണാത്ത തരത്തിൽ ഭൂമിയോട് പറ്റിച്ചേർന്ന് പറക്കുവാനും ഇതിന് കഴിയും. ഒപ്പം തന്നെ 50,000 മീറ്റർ ഉയരത്തിലും പറക്കുവാൻ കഴിയും. ഇതിൽ 1700 കിലോ ആയുധങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. 4 മിസൈലുകൾ, ഒപ്പം തന്നെ 450 കിലോഗ്രാം ബോംബ് തുടങ്ങിയവ ഇതിൽ ഘടിപ്പിക്കാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ ഇതിൽ ഇന്ധനം നിറയ്ക്കാതെ 2000 കിലോമീറ്ററും ഒപ്പം തന്നെ തുടർച്ചയായി 35 മണിക്കൂറും പറക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും. കാരണം ഇതിന് ഈ ആയുധത്തെ, ഈ ഡ്രോണിനെ ലോകത്ത് അറിയപ്പെടുന്നത് നിശബ്ദ കൊലയാളി എന്നാണ്. അതായത് ശബ്ദമില്ലാതെ പറക്കുവാനും ഭൂമിയുടെ അടുത്ത 250 മീറ്റർ ഉയരത്തിൽ പറന്ന് പോയി ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇതിനെ തകർക്കുവാനും കഴിയും. കാരണം 35 മണിക്കൂറുകൾ ഇതിനെ തുടർച്ചയായി പറക്കാൻ കഴിയും എന്ന് മാത്രമല്ല 2000 കിലോമീറ്റർ വരെ ഇന്ധനമില്ലാതെ പറക്കുവാനുള്ള കഴിവുമുണ്ട്. ഇതിൽ തന്നെ 4 മിസൈലുകൾ വരെ ഘടിപ്പിക്കാൻ കഴിയും. 450 കിലോഗ്രാം ബോംബ് ഇതിൽ കൊണ്ടുപോകാൻ കഴിയും. ഇല്ലെങ്കിൽ അതിന് ഈ നശീകരണത്തിന് വേണ്ടിയിട്ടുള്ള ബോംബുകൾ യൂസ് ചെയ്യാൻ കഴിയും. 1700 ആയുധങ്ങൾ വഹിക്കുവാനുള്ള ശേഷിയും ഈ ചെറു ആളില്ലാ വിമാനത്തിനുണ്ട്. ഇത് വളരെ കാലമായിട്ട് ലോകം ഉറ്റുനോക്കിയ ഒരു കരാർ തന്നെയായിരുന്നു. ഇത് ഇന്ത്യക്ക് നൽകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ആ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മളുടെ അതിർത്തികൾ ചൈനയായാലും പാകിസ്ഥാനായാലും നമ്മുടെ ശത്രുരാജ്യങ്ങളായി തന്നെയാണ് നാം കരുതുന്നത്. അവിടേക്ക് പറന്നിറങ്ങിയ നിമിഷനേരം കൊണ്ട് തന്നെ കാര്യങ്ങൾ തകർത്തെറിയാനും കഴിയുന്ന ഒരു വലിയ ആയുധം, നിശബ്ദ കൊലയാളി ഇന്ത്യയിലേക്ക് എത്തുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.